Hello guys, I am Raulraj. Welcome back to my channel Unboxing Joe. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ റെഡ്മി ഫോണിലൊക്കെ വരാൻ പോകുന്ന പുതിയ അപ്ഡേഷൻ, നമ്മുടെ Xiaomi ഡിവൈസിലെല്ലാം വരുന്ന പുതിയ അപ്ഡേഷന്റെ ഫീച്ചേഴ്സിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു കിടിലം ഫീച്ചേഴ്സ് എന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യിപ്പിക്കണം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. Feeling low, about to blow back up. Here I'll never let the doubt creep in. Gotta pop a couple more aspirin. I don't think I'll ever let you in. Easier to break it off best friends. I don't really understand myself. I don't really understand, need help. I don't wanna be left on the shelf. Couldn't even hear me if I yelled. It's so cold outside. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റിലത്തെ ഫീച്ചേഴ്സ്, നമ്മുടെ MIUI 12 നമുക്ക് കിട്ടാൻ പോകുന്ന ഫസ്റ്റിലത്തെ ഫീച്ചേഴ്സ് ആണ്. നമുക്ക് ഒപ്റ്റിമൈസറൊക്കെ ചെയ്ത് വരുത്തിക്കുന്ന ഒരു ഫസ്റ്റിലത്തെ ഫീച്ചേഴ്സ് ആണ് ഡാർക്ക് മോഡ് 2.0. അപ്പോൾ നമ്മുടെ ഡാർക്ക് മോഡ് 2.0 നമ്മുടെ MIUI 11ലും ഡാർക്ക് മോഡ് 2.0 തന്നെയാണ്. അപ്പോൾ അതിനെ ചെറുതായിട്ടൊന്ന് ഒപ്റ്റിമൈസറൊക്കെ ചെയ്തിട്ട് അവർ പറയുന്നത് പെർഫെക്റ്റ് ഡാർക്ക് മോഡ് 2.0 എന്നാണ് പറയുന്നത്. അപ്പം നേരത്തെ ഡാർക്ക് മോഡിന് ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് ഇംപ്രൂവ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് വരുന്നത് ഇംപ്രൂവ്ഡ് പ്രൈവസി കൺട്രോൾ. നമ്മുടെ ഇംപ്രൂവ്ഡ് ചെയ്തിട്ടുണ്ട്, പ്രൈവസി കൺട്രോളിലെല്ലാം ഇംപ്രൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നീട് വരുന്നത് സ്കിന്നാണ്, മൾട്ടി ടാസ്കിങ്. നമുക്കിപ്പോൾ ചെറിയൊരു ചേഞ്ച് ഒക്കെ വരുത്തി മൾട്ടി ടാസ്കിങ് ഒക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് അവർ. പിന്നീട് AI ഫോട്ടോ അസിസ്റ്റന്റ് ഉണ്ട് ഇതിനകത്ത്. നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു ഫീച്ചേഴ്സ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഇനി വരുന്ന ആ ഒരു അപ്ഡേഷനിൽ AI ഫോട്ടോ അസിസ്റ്റന്റ് കിട്ടും. അപ്പോൾ അതിനെപ്പറ്റി കൃത്യമായുള്ളൊരു വീഡിയോ ഞാൻ അടുത്തൊരു പാർട്ട് 2 വീഡിയോയിൽ ഞാൻ അതിനെ പറ്റിയുള്ള കൃത്യമായുള്ള ഡീറ്റെയിൽസ് ചെയ്യാനാണ്. ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഏതൊക്കെ മോഡ് നമുക്ക് വരുന്നുണ്ട് ആ ഒരു മോഡിൻ്റെ എല്ലാം ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ചെറിയൊരു ഫോട്ടോ വീഡിയോ അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് കാണാം. പിന്നെ ക്ലാസിക് തീംസ് ഇന്നെ സൂപ്പർ ക്വാളിറ്റി, നമുക്കൊരു ക്ലാസിക് തീമൊക്കെ എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റിയിൽ കിട്ടും. ഇപ്പം അങ്ങനെയാണ്, സൂപ്പർ ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഒന്നും നമുക്ക് പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം നാവിഗേഷൻ അല്ല ആനിമേഷൻ. നമുക്ക് ഇപ്പോഴത്തെ ആനിമേഷനൊക്കെ ഒന്ന് മാറ്റിയെടുക്കണമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു iOS-ന്റെ ഒക്കെ ഒരു ഫോൺ ഐഫോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഐഫോണൊക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അതിനകത്തൊന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുന്നതിൻ്റെ ഒരു ഭംഗിയുണ്ട്. എന്ന് വെച്ചാൽ ലോക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ അന്ന് സൂമായി വരുന്നത്. ആ ഒരു എഫക്റ്റൊക്കെ നമ്മുടെ ഫോണിൽ കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് കൊള്ളായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ്. അപ്പോൾ അതേ രീതിയിൽ ഏകദേശം ചേഞ്ച് വരുത്തിയിരിക്കുന്നത്, ഒപ്റ്റിമൈസറൊക്കെ ചെയ്ത് ഏകദേശം അതുപോലെ വന്നിരിക്കുന്ന ഒരു പുതിയൊരു ആനിമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ലോക്ക് സ്ക്രീനിലായാലും ഇപ്പോൾ ലോക്ക് സ്ക്രീൻ ചെയ്താലും ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും പുതിയ രീതിയിലുള്ള ആനിമേഷൻ കിട്ടുന്നുണ്ട്. നാവിഗേഷൻ ഗൺസ്റ്റർ നമുക്കൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ പുതിയ നാവിഗേഷൻ ഗൺസ്റ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഐഫോണിൻ്റെ അതേപോലുള്ള നാവിഗേഷൻ ഗൺസ്റ്ററാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു നാവിഗേഷൻ ബാറാണ് വരുന്നത്. നമുക്കിപ്പം ജസ്റ്റ് കിട്ടിയിരിക്കുന്ന ഒരു ബാക്ക് ബട്ടൺ എന്ന് പറഞ്ഞാൽ നാവിഗേഷനായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ബാക്ക് ബട്ടൺ ആണ്. അപ്പോൾ ജസ്റ്റ് റീസെന്റ്, ഹോം, ബാക്ക് അങ്ങനെ 3 രീതിയിലുള്ള ബട്ടൺ ആണ്. ഒന്ന് ഹോം ഈ ബാക്ക് ബട്ടൺ ഡിസൈൻ ചെയ്ത് വരുന്നത്. ഇപ്പൊ ഇതൊന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി വരുന്ന ഫീച്ചേഴ്സ് ഇപ്പോൾ OnePlus-ലൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. നാവിഗേഷൻ ബാറായിട്ടാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ റെഡ്മി ഡിവൈസിലും നാവിഗേഷൻ ഒരു ബാറായിട്ട് തന്നെ വരുവാണ്. നമുക്ക് അടുത്ത ഫീച്ചേഴ്സിലോട്ട് പോകാം. പിന്നീട് വരുന്ന ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ക്ലിയർ UI എന്ന് വെച്ചാൽ റീഫ്രഷ്ഡ് UI ആണ് വരുന്നത്. ഇപ്പം UI ഒന്ന് റീഫ്രഷ്ഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വരുന്നത് സ്റ്റൈൽ ഓപ്ഷൻ ഫോർ റീസെന്റ് ആപ്ലിക്കേഷൻ. നമ്മൾ റീസെന്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനൊക്കെ ഒരു സ്റ്റൈൽ, ഇപ്പോൾ ഒരു സ്റ്റൈലിഷ്. പിന്നീട് നമ്മുടെ ബാറ്ററി ഐക്കൺ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇതുവരെ നമുക്കൊരു ഓവൽ ഷേപ്പിലായിരുന്നു ബാറ്ററി ഐക്കൺ, ഏകദേശം ഓവൽ ഷേപ്പ്. ആ ഓവൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ അതൊന്നും മാറിയിട്ട് സാധാരണ ഒരു ബാറ്ററിയുടെ ആ ഒരു രൂപത്തിൽ, ഇപ്പോൾ iOS-ന്റെ അതേ രീതിയിലുള്ള ബാറ്ററിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം ഞാൻ ഈ സെർച്ച് ചെയ്യുന്ന സൈറ്റിൽ ഇപ്പോൾ ചെറുതായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ചെറുതായിട്ട് അവരൊരു വീഡിയോസ് കാണിക്കും, ചെറിയൊരു വീഡിയോസ് നമുക്കിവിടെ പ്ലേ ചെയ്യാൻ. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ കാണാം. റീസെൻറ്റിൻ്റെ ഒരു വീഡിയോ, അപ്പോൾ ആ റീസെൻറ്റിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് എടുത്ത് നോക്കാം. നമ്മുടെ നാവിഗേഷൻ ബട്ടണിൽ ഞാൻ പറഞ്ഞ ആ ബാറിൻ്റെ രൂപത്തിൽ, ബാറാണ് നാവിഗേഷൻ ബട്ടൺ. അപ്പോൾ ആ ഒരു ബാറിൽ റീസെൻറ്റ് ചെയ്യുന്നൊരു വീഡിയോ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. റീസെന്റ് എത്ര നമുക്കിപ്പം പല രീതിയിൽ, ഇപ്പോൾ പല രീതിയിൽ നമുക്ക് റീസെന്റ് ബാർ ഡിസൈൻ ചെയ്ത്, ഇപ്പോൾ റീസെന്റ് ആപ്ലിക്കേഷൻ്റെ ഡിസൈൻ പല രീതിയിലേക്കാം. സാധാരണ നമ്മുടെ റെഡ്മി ഫോണിലൊക്കെ ഈ രീതിയിലാണ് റീസെന്റ് ബാർ വരുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പഴയ മോഡലിൽ റീസെന്റ് ബാർ കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. റെഡ്മിയിൽ നമുക്ക് പഴയ ഒരു മോഡൽ, ആദ്യത്തെ ഒക്കെ അപ്ഡേഷനിൽ റെഡ്മിയിൽ റീസെന്റ് ബാർ നമുക്ക് തന്നെ ഡിസൈൻ ചെയ്തിടാൻ പറ്റുമായിരുന്നു. ഒന്ന് ഐക്കൺ, ആപ്ലിക്കേഷൻ്റെ ആ ഒരു ഐക്കൺ ആക്കിയിടാം, അല്ലെങ്കിൽ മറ്റേ ആ ഒരു പേജ്
പേജ് കൊണ്ടുവന്നിടും. അങ്ങനെയൊക്കെ ചെയ്തിടാൻ പറ്റുമായിരുന്നു. ഇപ്പോഴത്തെ അപ്ഡേഷൻ വന്നപ്പോൾ പേജ് ഒന്നുമില്ല, ഓൾറെഡി ഇങ്ങനെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊന്ന് മാറിക്കിട്ടണമെന്നായിരുന്നു ഞാനും ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാര്യം ഈ ഒരു സ്റ്റൈൽ കണ്ടിട്ട് നമ്മൾ ഒരുപാടധികം മടുത്തൊരു സ്റ്റൈലാണ്. പിന്നെ iOS ലുക്കിലാണ് ഇതിൻ്റെ ആനിമേഷൻ. അത് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, iOSൻ്റെ അതേ ലുക്കിലാണ്, ലോക്ക് സ്ക്രീനൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ iOS ലുക്കിലാണ് കിട്ടുന്നതെന്ന് അത് മുമ്പേ പറഞ്ഞു. ഇപ്പോൾ പിന്നെ എടുത്ത് പറയുന്നില്ല. പിന്നെ ക്ലോക്ക് ആനിമേഷൻ ഒന്ന് മാറിയിട്ടുണ്ട്, അത് ചേഞ്ച് ആനിമേഷൻ, നമുക്ക് ക്ലോക്കിൻ്റെ ആനിമേഷനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നീട് ചാർജറിൻ്റെ ആ ഒരു ഇത് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മുടെ നേരത്തെ ചാർജറിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ കുത്തിയിടുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരുന്നു എങ്ങനെയായിരുന്നു. ഇപ്പോൾ ചാർജറിൻ്റെ ആ ഒരു ഡിസൈൻ ഈ രീതിയിൽ മാറ്റിയെടുത്തിട്ടുണ്ട്. ആ ഫസ്റ്റ് നമ്മൾ ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ കുത്തുമ്പോൾ ഫാസ്റ്റ് ചാർജ് ചെയ്യുന്ന ആ ഒരു ഡിസൈൻ മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നീട് ക്യുക്ക് ബാൾ എല്ലാവർക്കും അറിയാനാണ്. നമ്മുടെ റെഡ്മിയിൽ ക്യുക്ക് ബാൾ എന്ന് പറഞ്ഞൊരു സംഭവം കുഴപ്പമുണ്ട്. അതിനും ചെറിയൊരു ആനിമേഷൻ, ഒരു ചെറിയൊരു ഡിസൈനൊക്കെ വരുത്തിയിട്ടുണ്ട്. ആനിമേഷൻ പഴയതിൻ്റെ കൂട്ടല്ല, ചെറുതായ ഒരു ചേഞ്ച് വരുത്തിയെടുത്തിട്ടുണ്ട്. ഒന്ന് പൊടിയൊക്കെ തട്ടിയെടുത്തിട്ടുണ്ടെന്ന് പറയാം. പിന്നീട് നമ്മളൊരു ഐക്കൺ, ഇപ്പോൾ ഒരു കുറേ ആപ്ലിക്കേഷൻ, ഒരു ചെറിയൊരു ബോട്ട്സിനകത്ത് കുറേ ആപ്ലിക്കേഷൻ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുമെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ആ ഒരു ബോട്ട്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നതിൻ്റെ ഒരു ആനിമേഷൻ ഉണ്ടായിരുന്നു. ആ ആനിമേഷൻ ഒന്ന് ചെറുതായി ഒന്ന് ചേഞ്ച് വരുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഒന്ന് ഓപ്പൺ ആയി വരും. എന്ന് വെച്ചാൽ അധികം സ്പീഡല്ല, ഏകദേശം ചെറിയൊരു നോർമൽ സ്പീഡിൽ ഓപ്പൺ ആയി വരും. വലിയ സ്ലോയും അല്ല, നോർമൽ സ്പീഡിൽ നമുക്ക് ഓപ്പൺ ആയി കിട്ടും. മോഡെന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നത് പുതിയ ലൈറ്റ് വേർഷൻ നമുക്ക് ഉപയോഗിക്കാം. അധികം ആപ്ലിക്കേഷൻ ഇല്ലാത്ത വിധത്തിൽ അത്യാവശ്യമുള്ള ആപ്ലിക്കേഷൻ കിടക്കുന്ന രീതിയിൽ നമുക്ക് ലൈറ്റ് മോഡ് ഇനേബിൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു അപ്ഡേഷൻ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. പഴയതിൽ നിന്നും റെഡ്മിയുടെ പുതിയ യുഐയിലോട്ട് MIUI 12 വരുമ്പോൾ കുറേ അധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ എന്നും വരുമെന്ന് എനിക്ക് ഒഫീഷ്യലി അറിയില്ല. കാര്യം ഡേറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അവർ ഡേറ്റും കാര്യങ്ങളൊന്നും അവർ റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡേറ്റ് വരുന്ന ആ ഒരു സ്പോട്ടിൽ എന്നാണ് ഈ അപ്ഡേഷൻ കിട്ടുന്നതെന്ന് ഞാൻ ഡേറ്റ് എന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോയിൽ ഞാൻ പറയാം. ഈ വരുന്ന വീഡിയോയിൽ പറയാം. അപ്പോൾ ഡേറ്റ് ഇതുവരെ അവർ ഡേറ്റ് പുറത്ത് വിട്ടിട്ടില്ല. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഫോക്കസ് മോഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. അതിപ്പോൾ എന്തൊരു പുതിയൊരു മോഡാണ്. ഇപ്പോഴത്തെ ഒരു ഇതിലും ഉണ്ട്, പക്ഷേ എനിക്ക് ആ മോഡ് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല, ഫോക്കസ് മോഡ്. പിന്നീട് ഫിറ്റ്നസിൻ്റെ ഒരു മോഡ് വരുന്നുണ്ട്. നമുക്ക് ഫിറ്റ്നസ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു മോഡ് വരുന്നുണ്ട്. നമ്മുടെ ഫോണിൽ ഫിറ്റ്നസ് ഫീച്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ന്യൂ ക്യാമറ UI, നമ്മുടെ ക്യാമറയുടെ UIക്ക് ചെറിയൊരു ചേഞ്ച് വരുത്തുന്നുണ്ട്. അതെന്തുവാന്ന് ഇപ്പോഴും ഇതിനകത്ത് പൊതുവേ വന്നിട്ടില്ല, ഈ ഒരു സൈറ്റിലും വന്നിട്ടില്ല. പുതിയ രീതിയിലുള്ള ഒരു ക്യാമറ. പിന്നീട് നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനലിൻ്റെ ഡിസൈൻ നമുക്ക് മാറ്റിയിടാൻ പറ്റും. ഇതുവരെ നമുക്ക് ആ പാനലിന് ഡിസൈൻ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഇനി വരുന്ന അപ്ഡേഷനിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ പാനലിൻ്റെ വരെ ഡിസൈൻ നമുക്ക് ചേഞ്ച് ചെയ്തിടാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ വണ്ടർഫുള്ളാണ്. നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. നമ്മളെല്ലാവരും വളരെയധികം അന്വേഷിക്കുന്നതാണ് നമ്മുടെ ഫോണൊന്ന് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയാലെന്ന്. എന്ന് വെച്ചാൽ ഫോണിനകത്ത് അങ്ങനെ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഉദാഹരണം പറയാം, വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിവോയുടെ ഫോൺ നമ്മൾ എടുത്താൽ അതിനകത്ത് കസ്റ്റമൈസ് ചെയ്യാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ റെഡ്മിയിൽ പണ്ടത്തിൻ്റെ പഴയതിൻ്റെ അത്രയും പോലും ഇപ്പം പുതിയ UI വന്നപ്പോൾ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ കൊണ്ടുവരുമായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇതുവരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ റെഡ്മിയുടെ പുതിയ UIയിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. ഇപ്പോൾ എന്ന് വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ UIയുടെ ഒരു ഗ്ലോബൽ വേർഷൻ ഇതുവരെ റിലീസ് അതിൻ്റെ ആ ഒരു ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ബീറ്റ വേർഷൻ ചൈനീസിൽ റിലീസ് ചെയ്തതാണ്. ഇപ്പോൾ ഒഫീഷ്യലി നമുക്ക് റെഡ്മി ഫോണുകളിലെ നോട്ട് 7 തൊട്ട് മേലോട്ടുള്ള എല്ലാ ഡിവൈസിലും നമുക്ക് റെഡ്മിയുടെ അപ്ഡേറ്റ് ലഭിക്കും. റെഡ്മിക്കകത്ത് ഈ അപ്ഡേറ്റ് MIUI 12 അപ്ഡേറ്റ് മിക്കുള്ള ഫോണിലും നമുക്ക് MIUI 12 അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം. അതിലിപ്പോൾ MIUI 12 എന്ന് പറഞ്ഞ UI മാത്രം അപ്ഡേറ്റ് അല്ല, സോഫ്റ്റ്വെയറും കൂടാണ് അപ്ഡേറ്റ് ആവുന്നത്. ആൻഡ്രോയിഡ് 10 എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലാണ് നമുക്ക് പുതിയ അപ്ഡേറ്റ് ലഭ്യമാകുന്നത്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കിട്ടിയാലും ആൻഡ്രോയിഡ് 10 കുറഞ്ഞ ഫോണുകളിലൊന്നും കാണില്ല. പിന്നെ നോട്ട് സീരീസിലും മേലോട്ട്, ഇപ്പം നോട്ട് 5 തൊട്ട് മേലോട്ടുള്ള ഡിവൈസുകളിലെല്ലാം നമുക്ക് ആൻഡ്രോയിഡ് 10 എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് 10 ഇനി ഇപ്പം നമ്മുടെ സിസ്റ്റം MIUI 12 UI അപ്ഡേറ്റ് വരുമ്പോൾ ആൻഡ്രോയിഡ് 12 ആൻഡ്രോയിഡ് 10 നമ്മുടെ ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഗൈസ് എനിവേ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഉടനെ ഉണ്ടാവും. കാര്യം ഇതിൻ്റെ ഫീച്ചേഴ്സ് മൊത്തം അവർ എങ്ങും ഇട്ടിട്ടില്ല. അധികം കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ സൈറ്റുകളിലായാലും ബീറ്റ വെർഷനിലൂടെ ആയാലും പുറത്ത് വിട്ടിട്ടുള്ളൂ. ഇപ്പോൾ ബീറ്റയിൽ കിട്ടുന്ന ആ ഒരു അപ്ഡേറ്റ്, ബീറ്റയിൽ ഇപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് വന്നാലും ആ ഒരു ഫുൾ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്ന ഗ്ലോബൽ വേർഷന് കിട്ടിയെന്ന് വരില്ല, സ്റ്റേബിൾ വേർഷന് കിട്ടിയെന്ന് വരില്ല. അപ്പം
അപ്പോൾ ഗൈസ് എനിവേ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.